ഒരിക്കലും ഒരു ലേഡി ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എന്നെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ എന്നെ ഒന്ന് അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ വേദന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിൽ നിന്ന് എനിക്ക് വെളിയിൽ വരണം, ആ ഒരു വേദനയിൽ നിന്ന് എനിക്ക് രക്ഷ നേടണമെന്നാണ് ഈ സ്ത്രീ ഈ തെറാപ്പിസ്റ്റിനോട് പറഞ്ഞത്. അപ്പോൾ തെറാപ്പിസ്റ്റ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ അടുത്ത റൂമിലേക്ക് പോകുക, ആ റൂമിൽ ആരുമില്ല, ആ റൂമിൻ്റെ അകത്ത് നിങ്ങളുടെ ഉള്ളിലെ ആ പണ്ടത്തെ കുട്ടി ആ റൂമിനകത്ത് നിൽക്കുന്നുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ആ കുട്ടിയെ ചെന്നൊന്ന് ചേർത്ത് പിടിക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ ലേഡി ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, പണ്ടെങ്ങോ നഷ്ടമായ ഒരു സ്നേഹം അത് എനിക്ക് തന്നെ ഇപ്പോൾ എനിക്ക് നൽകാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് അവൾക്ക് മനസ്സിലായത്. ഇതിനെ നമ്മൾ സെൽഫ് റീപേരന്റിങ് എന്ന് പറയും. നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങളോട് ഷെയർ ചെയ്യാം. പല ലേഡീസിനോട് സംസാരിക്കുമ്പോഴും ഇങ്ങനെയുള്ള കമന്റുകൾ കേട്ടിട്ടുണ്ട്. ചെറുപ്പകാലത്ത് കിട്ടാതെ പോയ സ്നേഹവും പരിഗണന, പ്രത്യേകിച്ച് അമ്മമാരിൽ നിന്ന്, അതൊക്കെ ഇപ്പോഴും അവരെ വേദനിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ റിയൽ ആണ്. പലരും നമ്മളെ ചെറുപ്പകാലത്ത് സംഭവിച്ചല്ലേ, അതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വേദന വളരെ റിയൽ ആണ്. ആ വേദന അതുപോലെ തന്നെ അഡ്രസ്സ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെറുപ്പകാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളും അമ്മമാരും പേരൻസുമായിട്ടുള്ളൊരു ബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആ സമയത്ത് കിട്ടേണ്ട കരുതലും സ്നേഹമൊക്കെ കിട്ടിയിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ആ അമ്മമാർക്കും അതുപോലെ തന്നെയുള്ളൊരു കുട്ടിക്കാലമോ അല്ലെ ജീവിതാനുഭവങ്ങളോ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അത് അങ്ങനെ നൽകാതെ പോയത്. ഇങ്ങനെയുള്ളൊരു അവയർനെസ് ഒരിക്കലും നമ്മുടെ വേദന കുറയ്ക്കുന്നില്ല, നേരെ മറിച്ച് അവരോടുള്ള ഒരു അമർഷമോ ദേഷ്യമോ ഒക്കെ നമുക്ക് കുറയാനായിട്ടുള്ളൊരു കാരണമാണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് വിഷമം സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതുക. അത് നമ്മൾ അമ്മയ്ക്ക് കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല, പക്ഷെ അതെല്ലാം പറഞ്ഞുകൊണ്ടൊരു അമ്മയ്ക്കൊരു ലെറ്റർ എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം നമുക്ക് ഒരു ഡയറിയിൽ എഴുതി വെക്കാം. ഇനിയും അതൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു തെറപ്പിസ്റ്റിനോടോ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനോടോ ഷെയർ ചെയ്യാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് റീപേരന്റിങ് എന്നുള്ളതാണ്. അതായത് ഒരിക്കൽ നമുക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ നമ്മൾ നമുക്ക് തന്നെ നൽകുന്നു. അതായത് സെൽഫ് കൈൻഡ്നസ്, അല്ലെ അപ്രീസിയേഷൻ, എൻകറേജ്മെന്റ്, മോട്ടിവേഷൻ, നമുക്ക് കിട്ടാതെ പോയ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മൾക്ക് തന്നെ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരിക്കലും നമുക്ക് നഷ്ടമായ കാര്യം എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഫൊർഗീവ് ചെയ്യുക, ക്ഷമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ സിറ്റുവേഷൻസിനോടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളോടോ ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് വഴി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ റിയൽ ആണെന്നും അതിനെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞ പല ടിപ്സുകളും നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള ഇമോഷൻസിനെയൊക്കെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. താങ്ക് യു.